പ്രിയ ബന്ധുമിത്രങ്ങൾക്ക് നമസ്കാരം. മൈ ജേർണി വിത്ത് യൂട്യൂബ് വീഡിയോ നല്ലപോലെ പോകുന്നുണ്ട്, വ്യൂസ് കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒപ്പം ഞാൻ കൈ പിടിച്ചുകൊണ്ട് ഓരോ ദിവസം നീങ്ങുക. നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ സംസാരം കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ കമൻസിൽ കണ്ടായിരുന്നു കേട്ടോ. 10 മാസത്തിൽ ഇത്രയും കമൻസ് എനിക്ക് ഇതുവരെ ആരും തന്നെ എഴുതിയിട്ടില്ലായിരുന്നു. എല്ലാ കമൻസും നല്ല കമൻസായിരുന്നു കേട്ടോ. നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട് എനിക്ക് കേട്ടോ. എന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളുമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ സമുദായത്തിലെ കല്യാണം എന്ന് പറയുമ്പോൾ കുറേയേറെ ചടങ്ങുണ്ട് കേട്ടോ. കുറച്ചൊന്നുമല്ല. കല്യാണ ചടങ്ങ് ഒരുപാട്. എൻ്റെ ഓരോ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, ഓരോ ചടങ്ങ് എന്താണെന്നുള്ളത് മനസ്സിലാവും. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കുറേ പാടുപെടും കേട്ടോ. 4-5 ഫോട്ടോഗ്രാഫേഴ്സ് കാണും, വീഡിയോ എടുക്കുന്നവർ കാണും, ലൈറ്റ് മാൻ കാണും. അതും കൂടാതെ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും വീട്ടിലെ ബന്ധുക്കൾ കാണുമല്ലോ. ഇവരുടെ ഇടയ്ക്ക് ഞാൻ നുഴഞ്ഞു കയറിയാണ് വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഫോട്ടോഗ്രാഫർ ആൻറ്റി ഇത്തിരി മാറിക്കൊടുത്തല്ലേ പറ്റുള്ളൂ. അവർക്കത് ബിസിനസ്സല്ലേ. ഞാൻ മാറിക്കൊടുക്കുമ്പോൾ എന്താകും, ചില സീൻസൊന്നും ഭംഗിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അത് ഞാൻ മറുവശം കൂടും, അവിടെ നിന്ന് എടുക്കാൻ പറ്റിയാലോ എന്ന്. പോകുന്ന വഴിക്ക് മുട്ടുകയൊക്കെ ചെയ്യും. എൻ്റെ ക്യാമറ അതുപോലെ തന്നെ ഷേക്ക് ആകുകയും ചെയ്യും. അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. വിവാഹ വേദിയിൽ പെണ്ണും ചെറുക്കനും എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് താലി കെട്ടുന്ന ചടങ്ങ്. പെണ്ണ് കിഴക്ക് നോക്കി നിൽക്കും, ചെറുക്കൻ പടിഞ്ഞാറ് നോക്കി നിൽക്കും. എന്നിട്ട് ചെറുക്കൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും, റൈറ്റ് സൈഡ് ഞാൻ നിൽക്കും കേട്ടോ. കന്യകാദാനം എന്ന് പറയുമ്പോൾ ചെറുക്കൻ്റെ പെണ്ണിനെ കൈ പിടിച്ചിട്ട് പെണ്ണിൻ്റെ അച്ഛനമ്മയും അമ്മ പാലൊഴിക്കുന്ന ചടങ്ങ്. രണ്ടുപേരുടെ കൈ പിടിച്ച് ഞാൻ എന്നെ ഏൽപ്പിക്കുവാണ് എൻ്റെ മോളെന്ന് പറയുന്ന ചടങ്ങ്. അത് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്വാമി, അതായത് വിവാഹം നടത്തിത്തരുന്ന നിങ്ങൾ സ്വാമിനെ വിളിക്കുന്നത്, അങ്ങേരെ എഴുന്നേറ്റ് അവരോടൊപ്പം നിൽക്കും. അന്നേരം അങ്ങേരുടെ മുതുകാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ കുറേയേറെ കുനിയുവാണെങ്കിൽ അവർ പാലൊഴിക്കുന്ന ആ സീൻ മാത്രം കാണാൻ പറ്റും. പിന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അങ്ങനെ വല്ല എടുക്കാനായിട്ട് കുനിയുമ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പെണ്ണിൻ്റെ അമ്മ ഇങ്ങനെ പാൽ കയ്യിലൊഴിക്കുന്ന സീൻ എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഇന്ന് ഏതായാലും എടുക്കാൻ പറ്റിയല്ലോ എന്ന് സന്തോഷിക്കട്ടോ. അത് കഴിഞ്ഞുള്ളത് താലി കെട്ടുന്നു. അത് നിന്നുകൊണ്ട് തന്നെയാണ്. അമ്മയുടെ പുറത്ത് പെണ്ണിൻ്റെ കാൽപാദം പതിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നപ്പോൾ വീഡിയോ തന്നെ കട്ടായിപ്പോയി. വീണ്ടും തുടർച്ചയാണ്. പെണ്ണിൻ്റെ കാല് അമ്മയുടെ പുറത്ത് വയ്ക്കും. പെണ്ണിൻ്റെ തള്ളവിരൽ ചെറുക്കൻ അവൻ്റെ കാലിലെ തള്ളവിരൽ കൊണ്ട് അമർത്തി പിടിക്കും. എന്നെ വിട്ട് പോകില്ലെന്ന അർത്ഥത്തിലായിരിക്കും പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഒരു ചടങ്ങ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്വാമി താലയെടുത്ത് കയ്യിൽ കൊടുക്കും. അപ്പോഴും എനിക്ക് സ്വാമിയുടെ മുതുകാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് നല്ല പൊസിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി വല്ല വിധത്തിൽ എടുക്കും കേട്ടോ. എൻ്റെ കാല് രണ്ടും തറയിൽ നിൽക്കത്തില്ല, തള്ളവിരൽ നിർത്തിയിട്ട് ഞാൻ നിൽക്കുക. എന്നാലും ഒരു വിധത്തിൽ താലി അണിയുന്നത് നമുക്ക് കാണാൻ പറ്റും. താലിമാല കഴുത്ത് കുടങ്ങി ഇടുക. ഞങ്ങളുടെ കാസ്റ്റിൽ അങ്ങനെയാണ് ഇടുന്നത്. തൃപ്തിയായി. നല്ലപോലെ കിട്ടിക്കാണും. വീട്ടിൽ പോകുമ്പോൾ കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ പെടുന്ന അവസ്ഥ കണ്ടിട്ട് എൻ്റെ വേറൊരു ചേച്ചി, എനിക്ക് ഒരുപാട് ചേച്ചിമാരുണ്ടെന്ന് പറഞ്ഞില്ലേ, വേറെ ചേച്ചിയുടെ മോൻ എൻ്റെ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്ക്, ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ചിരുന്നു. സന്തോഷമായി കേട്ടോ. എന്നാലും ഞാൻ പെടുന്ന അവസ്ഥ കണ്ടിട്ടായിരിക്കണം കേട്ടോ. അങ്ങനെ എല്ലാം എടുത്തു തന്നെ എനിക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ, ഒരു സ്റ്റാൻഡിൽ ഈ ഫോൺ ഫിറ്റ് ചെയ്തിട്ട് എടുക്കുന്ന എളുപ്പമല്ലേ എന്ന്. എൻ്റെ ഒരു സ്റ്റാൻഡുണ്ട്, അത് വലുതായിരിക്കില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ അതേന്ന് പറഞ്ഞു. നല്ല സ്റ്റാൻഡെന്ന് പറഞ്ഞു. ഒരു കാര്യം,
എൻ്റെ കയ്യിൽ ചെറിയ കൊച്ചു സ്റ്റാൻഡുണ്ട്. ഇതുപോലെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുക. ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അതെന്തിനാ മോനെ, നിങ്ങൾക്ക് വേണ്ടേ? ഇല്ല, എനിക്ക് 2 എണ്ണം ഉണ്ട്, ഞാൻ തരാം. അതിനകത്ത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്. നിങ്ങളിങ്ങനെ എത്തി നിന്ന് നോക്കി ഒന്നും ചെയ്യണ്ട. സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് കൂട്ടുകയാണെങ്കിൽ എല്ലാ ഫങ്ഷനും നല്ല വൃത്തിയായിട്ട് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അടുത്ത കല്യാണം വീട്ടിൽ വന്നപ്പോൾ ആ ചേച്ചിയുടെ മോൻ എനിക്ക് ഗിഫ്റ്റായിട്ട് ഇതാണ് സംഭവം. ഇതിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് എടുത്താലേ നല്ല എളുപ്പമാണ് കേട്ടോ. പെണ്ണും ചെറുക്കണം താലി കെട്ടും ഞാൻ പൊങ്ങണ്ട, ഞാൻ നിൽക്കുന്നിടത്ത് നിന്നാൽ മതി. ഈ സ്റ്റാൻഡിനകത്ത് ഫിറ്റ് ചെയ്ത് ഫോൺ ഫിറ്റ് ചെയ്തിട്ട് എടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെയൊക്കെ ദയവ് കൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ചില സമയത്ത് ആ വേദിയിൽ ഒരുപാട് ജനമുണ്ടെന്നുണ്ടെങ്കിൽ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ തട്ടുന്നത് കേട്ടോ, അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ തട്ടുന്നത്. അങ്ങനെ തട്ടുമ്പോൾ ചെറിയ ഷെയ്ക്ക് വരുന്നുണ്ട്. 1-2 പേര് കണ്ടിട്ട് എന്തുവാ വീഡിയോ എടുക്കുന്നത്, പടം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടല്ലോ, എല്ലാവരെയും ബോധിപ്പിക്കാൻ പറ്റുമോ? അല്ലെ അത് കൊണ്ടുവന്നിട്ട് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. എന്നൊരു സിനിമയിൽ മാത്രം നമ്മൾ കാണുമ്പോൾ എന്തെല്ലാം സീൻ തലകുത്തന കാണുന്നുണ്ട്, മറിച്ച് കാണിക്കുന്നുണ്ട്. നമ്മൾ നേരെ വരാൻ കാത്തിരിക്കുമല്ലേ, അതുപോലെ നേരെ കാത്തിരുന്നോ, അടുത്ത സീൻ നല്ല സീൻ കിട്ടുമായിരിക്കും. അങ്ങനെ ഞാൻ സമാധാനം പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യത്തെ വീഡിയോ ഉണ്ടായിരുന്നില്ല, മൈ ജേർണി വിത്ത് യൂട്യൂബ്. 2-3 പേര് വിളിച്ച് പറഞ്ഞ് എന്താ സൗണ്ട് ഇല്ലാത്തത്. എനിക്ക് വലിയ അതിശയം തോന്നി കേട്ടോ. എൻ്റെ ഫോണിൽ ഞാൻ ഇട്ട് നോക്കി സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് അപ്ലോഡ് ചെയ്ത് ഇടത്തുള്ളൂ. സൗണ്ട് ഇല്ലെങ്കിൽ ഞാനത് ഇടത്തില്ല. പക്ഷെ എനിക്ക് നല്ല സൗണ്ട് ഉണ്ടായിരുന്നല്ലോ. ഒരാളല്ല 4 പേര് ഫോൺ വിളിച്ച് ചോദിച്ചു. ഞാൻ വീണ്ടും അല്ലാതെ 4 പേർക്ക് വിളിച്ച് ചോദിച്ചു. അവർ 4 പേരും നല്ല ക്ലിയറാണ്. ചിലപ്പോൾ നിങ്ങളെ വിളിച്ച് പറഞ്ഞവരുടെ ഫോണേ അൺമ്യൂട്ടിലായിരിക്കും. ഒന്ന് പറഞ്ഞു കൊടുക്കുക അവർക്ക്. എല്ലാം പ്രായം ചെന്നവർ എന്ത് പറഞ്ഞു കൊടുക്കാനാണ്. ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, നിൻ്റെ ചെറുമോനുണ്ടല്ലോ അവൻ്റെ കൊടുക്കുക, അവൻ ശരിയാക്കി തരും. അല്ലെങ്കിൽ നിൻ്റെ മരുമകളുണ്ടല്ലോ അവൾ മിടിക്കുക, എന്നാൽ ശരിയും പറഞ്ഞു. മരുമകൾ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു, മരുമകൾ കൊടുത്തു. അവൾ നോക്കി, എന്ത് ഭംഗിയാണ് അവർ സംസാരിക്കുന്നു. ഇത്ര സംസാരിക്കാൻ അറിയാവോ? 11 മിനിറ്റ് കേൾക്കുമ്പോൾ ബോരേ അടിച്ചില്ലല്ലോ. എന്ത് രസമായിരുന്നു കേൾക്കാൻ. അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അന്നേരം ഇതും ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലേ. മനുഷ്യ ഓരോന്ന് ഓരോ രീതിയിലല്ലേ. അന്നേരം ഇതുപോലെ ഇനി ഞാൻ സംസാരിക്കട്ടെ ഫോണിൽ കൂടെ. സംസാരിച്ചോ, എനിക്കിഷ്ടമായി, ഞാൻ കേട്ടോളാം. മതിയല്ല, ഒരാൾ സന്തോഷപ്പെട്ടെങ്കിൽ എനിക്ക് മതിയല്ലോ അത്. അങ്ങനെ വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഈ സ്റ്റാൻഡിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ആ മോന് താങ്ക്സ് പറയണ്ടേ. താങ്ക്സ് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ. ഇനി എത്ര പേർക്ക് ഞാൻ പറയാനുണ്ടെന്ന് എനിക്കറിയത്തില്ല, എല്ലാവർക്കും ഞാൻ പറയാറുണ്ട്. അങ്ങനെ പോകുന്നു. ഇതുവരെ ഇട്ട വീഡിയോയിൽ അതായത് 700 സംതിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കൂടുതൽ കമൻറ്റ്സ് 21 കമൻറ്റാന്ന് തോന്നുന്നു. 2 ദിവസത്തിനുള്ളിൽ 21 കമൻറ്റും 29 ലൈക്കും കേട്ടോ. അത്ഭുതം. എനിക്ക് 5-6 ലൈക്ക് കിട്ടും, അല്ലെങ്കിൽ 2-3 കമൻറ്റ്സ് കിട്ടും. ഈ പ്രാവശ്യമാണ് ഇത്രയും അധികം ലൈക്കും കിട്ടിയത്, കമൻസും കിട്ടിയത്. കമൻസ് എല്ലാം എഴുതിയവർക്കും ലൈക്ക് അടിച്ചവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ താങ്ക്സ് വേർഡ് ഉപയോഗിക്കാറില്ല, ലവ് യു മക്കളെയാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കണ്ട എല്ലാവർക്കും ലവ് യു മക്കളെ, ബൈ മക്കളെ. നമുക്ക് വീണ്ടും കാണാം.